അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പം കുടികൂടലിൻ്റെ തലേന്ന്, അതായത് ഒരുക്കങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. പ്രിപ്പറേഷൻസ്. അപ്പം പന്തലിടാനൊക്കെ വൈകുന്നേരം വന്നിരുന്നു. പന്തലൊക്കെ ഇട്ട് കസേരയൊക്കെ ഇറക്കി. പിന്നെ ഇത് നമ്മൾ സുബഹിക്ക് പിന്നെ പാല് കാച്ചൽ കഴിഞ്ഞ ഉടനെ നമ്മളെ അയൽവാസികളായ ഡെയ്സി ചേച്ചി, അവരമ്മ, അവരൊക്കെ ചിക്കൻ കഴുകാനും കറി വെക്കാനും എല്ലാം കൂടിയിരുന്നു തലേന്നൊക്കെ. എല്ലാവരും നല്ല സപ്പോർട്ടൊക്കെയാണ്, എല്ലാവരും അയൽവാസികളെ. അപ്പോൾ തങ്ങൾ വന്നിട്ടുണ്ടായി. ഏട്ടത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി തങ്ങൾ ഫാമിലിയാണ്. അപ്പം കർണാടകയിലെ ഒരു അറിയപ്പെടുന്ന തങ്ങൾ തന്നെയാണ്. ഇളയൻ്റെ മൂത്തപ്പാൻ്റെ മോൻ, വാപ്പാൻ്റെ ഏട്ടൻ്റെ മോൻ. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായി. അപ്പോൾ രാവിലെ എന്തായാലും നമ്മൾ കുടിവിടലിന് നെയ്പ്പത്തലും ഇറച്ചി, പഴംപൊരി, അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കലുണ്ട്. അപ്പം അങ്ങനെ നെയ്പ്പത്തിരി വിറകടുപ്പിൽ തന്നെ ചുടുന്നതാണ്. നമ്മൾ നെയ്പ്പത്തിലെല്ലാം ഒരു മണി 2 മണി വരെയൊക്കെ ചുട്ടിരുന്നു. സുബൈക്ക് എടുക്കേണ്ടതുകൊണ്ട് രാത്രി ചുട്ടിട്ട് നമ്മളൊരു തുണിയിലൊക്കെ പൊതിഞ്ഞ് വെക്കലാണ്. അപ്പോൾ രാവിലെ എടുക്കണ്ടല്ലോ, രാവിലെ ചുടാൻ പറ്റിയില്ലെങ്കിലും ഓർത്ത്. അപ്പം കഥയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പിന്നെ എല്ലാവരും ചുടുന്നത്. എല്ലാവരും കൂടി ചുടുന്നതാണ്. പിന്നെ കുറച്ച് നെയ്ച്ചോറ് രാത്രി, ഇപ്പോൾ തലേന്ന് രാത്രിയിൽ പണിക്കാർ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായി. നമ്മളെ ബന്ധുക്കളും എല്ലാവരും, അടുത്ത വീട്ടിലെല്ലാവരും ഒക്കെ ഉണ്ടായി. അപ്പം അതിന് നെയ്ച്ചോറും ചിക്കൻ പാർട്സ് കറിയാണ് വെച്ചത്. പിന്നെ രാവിലത്തേക്കുള്ള നെയ്പ്പത്തിരിയുടെയാണ് ചുടുന്നുണ്ടായത്. അപ്പം തലേന്ന് ഇവർ വെക്കാൻ വന്നവർ പിന്നെ രാവിലത്തേക്കുള്ള ചിക്കൻ പൊരിച്ച് വെക്കുന്ന, ബിരിയാണിക്കേക്കുള്ള ചിക്കൻ പൊരിച്ച് വെക്കുന്നതും പിന്നെ സവാള അരിയുന്ന എല്ലാ പണിയുണ്ടായി. അതൊക്കെ ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞങ്ങളെ ഇവിടെയുള്ള പരപ്പുള്ള അസീസ്റ്റാണ് ബിരിയാണി വെക്കുന്നത്. നല്ല സൂപ്പർ ബിരിയാണിയാണ് അവരുടെ. അപ്പം അവർ പറഞ്ഞ് എന്നെ വീഡിയോയിൽ എടുത്തോന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോയിൽ കാണിക്കാം. അപ്പം ചിക്കൻ പാർട്സ് കറിയും നെയ്ച്ചോറും തലേന്നത്തേക്കാണ്. അങ്ങനെ ഓരോ പരിപാടികൾ.